ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ. നല്ല ഫ്രഷ് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൂന്തൽ വൃത്തിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ കൂന്തലിൻ്റെ തൊലി ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കുക. അതിന് ശേഷം ഉള്ളിലത്തെ കച്ചറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നീക്കി വെക്കുക. എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് മുറിക്കാം. ചെറിയ കൂന്തലെന്നുണ്ടെങ്കിൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുണ്ട്, അതുകൊണ്ടാണ് മുറിച്ചത്. പിന്നെ ഈ തലയുടെ ഭാഗവും നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കുക. അതിൻ്റെ അത് കണ്ടില്ല, അങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഉപ്പിട്ടിട്ട് ഒരു 5 വട്ടെങ്കിലും നന്നായി കഴുകിയെടുക്കണേ. അതിന് ശേഷം നമുക്ക് മസാല തേക്കാം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സുർക്കയും ഇതും കൂടെ ചേർത്തിട്ടുള്ള മസാലയാണ് ഇത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്തോട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ ഈ മസാല ഉണ്ടല്ലോ, കൂന്തൽ, അത് ഈ കുക്കറിലേക്ക് ചേർക്കുക. പിന്നെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഇതിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. എന്നിട്ട് ഇത് ഈ കൂന്തൽ കുക്കറിൽ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഒരു 5 വിസിലടുപ്പിക്കണം. എന്നിട്ട് ഈ ആവി പോയതിൻ്റെ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഈ കൂന്തലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് പൊരിക്കാനുള്ള പാത്രം വെക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടായതിൻ്റെ ശേഷം ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് കൂന്തലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രേ ഉള്ളൂ.